ED-നെ അടിക്കുമ്പോൾ നോക്കി നിന്ന പോലീസുകാർക്കെതിരെ വരെ നടപടി ഉണ്ടാവുമെന്നാണ് ഇപ്പം ന്യൂസിൽ കണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അടിക്കുമ്പോൾ നോക്കി നിന്ന പോലീസിന് നടപടി ഉണ്ടെങ്കിൽ അടിച്ചോൻ എന്തൊക്കെ നടക്കാൻ പോകുന്നുള്ള കണക്കൂട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോൻ്റെ താഴ്ത്തു വന്നിട്ടും കുറേ വാണങ്ങൾ കമൻ്റ് ഇടാണ്ടാവും, അതങ്ങനെ പ്രക്ഷോഭം മറ്റേത്. ഈ കമൻ്റ് എടുക്കുന്ന ഒരുത്തനും ഓൻ്റെ കുടുംബം ഈ കേസിൽ പ്രതികരിക്കില്ല, അവനും പ്രതിയാവില്ല. പുറത്തുനിന്ന് ധൈര്യം തരാൻ 100 ആൾക്കാരുണ്ടാവും. ഈ കേസിൽ പെട്ട് കഴിഞ്ഞാൽ കേസ് നടക്കാൻ പോകുന്ന ഡൽഹിയിലാണെന്ന് അറിയാൻ പറ്റിയത്. ജാമ്യം കിട്ടില്ല, അകത്തന്നെയോ. അത് കേരള ജയിലിലൊന്നും ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ജയിലിലായിരിക്കും. അതുകൊണ്ട് പ്രക്ഷോഭങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വിദേശത്ത് ജോലി നോക്കുന്നവരും വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്കുള്ളതാണ്. മക്കളെ പാസ്പോർട്ട് പോലും ഉണ്ടാവില്ല. ഈ പാസ്പോർട്ട് ഉണ്ടോ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അത് നിങ്ങൾ കോടതിയിൽ സറണ്ടർ ചെയ്യേണ്ടിയും വരും. അത്ര ആൾക്കാരുണ്ട്. അല്ലാണ്ട് പാർട്ടി തലയെ കയറിയിട്ട് പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്നവർ, എല്ലാ പാർട്ടിയും കേട്ടോ, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ഇതിൽ ജസ്റ്റ് എന്താ പറയുക, ഈ ഒരു വയസ്സിൻ്റെ എടുത്തുചാട്ടം കാരണം പോയി ചെയ്യുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഭാവി കൊണ്ടിടരുത്. കഴിച്ചിലാവണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യാനോ നിങ്ങൾക്ക് പറ്റണം. അതിന് പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഗതി വേണം. പാസ്പോർട്ടൊക്കെ കിട്ടൂല്ല. പിന്നെ ഞങ്ങൾ ഡൽഹിയിലേക്ക് സീസൺ ടിക്കറ്റ് ഇട്ട് നിൽക്കേണ്ടിയും വരും. കാരണം കേസ് വിളിക്കുമ്പോൾ ഡൽഹിയിലേക്ക് പോകേണ്ടി വരും. വലിയ സുഖമുള്ള പരിപാടി ഒന്നും ആവില്ല, വെറുത്തു പോകും. നാട്ടിൽ തന്നെ നമ്മളൊരു കോടതിയിലേക്ക്, നാട്ടിലെ ചെറിയ ചെറിയ അടിപിടി കേസിന് പോയി കഴിഞ്ഞാൽ പോകുന്നവർക്കറിയാം, 11 മണിക്ക് പോയി കഴിഞ്ഞാൽ 5 മണിക്കാണ് അവിടെ നിന്ന് പോരുക. ആ ദിവസം നമുക്ക് കൊണ്ട് പോകും, വക്കീലിൻ്റെ ഫീസ് കൊടുക്കണം. നിങ്ങൾ ഈ ചെയ്തത് വലിയൊരു മണ്ടത്തരാണ്. നിങ്ങൾ ധൈര്യം തരാൻ കുറേ ആൾക്കാരുണ്ടാവും, പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. ജയിലിൽ നിങ്ങൾ തന്നെ കിടക്കണം. ധൈര്യം തരുന്ന ഒരുത്തനും ജയിലിലേക്ക് വരില്ല. പുറത്തുനിന്ന് നല്ല സപ്പോർട്ടായിരിക്കും, ഭയങ്കരമാണെന്നൊക്കെ പറയും, ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോയി നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ തന്നെ അത്രയും മുന്നിലെത്താൻ പറ്റുന്നുള്ളവരുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നത് അത്രക്കാരോടേ അല്ല. അതായത് ജസ്റ്റ് ഒരു അനുഭവത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്താ ഷോ ഓഫിന് വേണ്ടിയിട്ടും പോണവരോടാണ് പറയാനുള്ളത്. പോയി വലിയ വലിയ കുടുക്കൽ വെക്കരുത്. ഇതിനെപ്പറ്റിയാണെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും അഡ്വക്കേറ്റുമാരോട് അന്വേഷിച്ചു നോക്കുക, എൻ്റെ കേസും കാര്യങ്ങളും എങ്ങനെയാണ് പോകുക എന്നുള്ളത്. അത് കേട്ടാൽ തന്നെ ഭയറും. പിന്നെ അത് അനുഭവിക്കേണ്ട കഥ പറയണ്ടല്ലോ. എന്തായാലും 300 പേർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നാണ് കേട്ടത്. ഈ 300 ആളെ ലൈഫും തെയ്യും, ഉറപ്പാണ്. തെയ്യും മീൻസ് കേസിന് നടന്നു വെറുക്കും. ഡൽഹിയിലാവും കേസ് ഉണ്ടാവുക. എന്തായാലും പഠിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്.